ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അച്ഛനെയും അമ്മയും ഒരുമിച്ച് വണ്ടിയിലിരുത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മുടെ രേവതിയും അച്ഛമ്മയൊക്കെ കൂടെ പ്ലാൻ ഒരുക്കും. പക്ഷേ സച്ചിക്കത് മനസ്സിലായില്ല. സച്ചി അത് കുളവാക്കി. അപ്പോഴേക്കും വർഷ ഇവിടെ നിന്ന് ശ്രീകാന്തിനോട് പറയുവാണ്, അങ്കിളിനെയും ആൻറ്റിയെയും ഒരുമിച്ച് വണ്ടിയിലിരുത്തി കൊണ്ടുപോകാൻ അവർ ശ്രമിക്കുന്നതെന്ന്. ആണോ എന്ന് ശ്രീകാന്തി ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു. നിനക്കിതുവരെ മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. നീ വെറും ഒരു വേസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് വർഷം ഇങ്ങനെ പറയുക. അപ്പോൾ എന്താണ് നീ കാറ് കയറാത്തതെന്ന് ചോദിച്ചു. എൻ്റെ അമ്മയെ ബാക്കിലിരുന്നാൽ ഭയങ്കര കുടുക്കുമായിരിക്കും, ഞാൻ ഫ്രണ്ടിലിരുന്നാൽ പോരെയെന്ന് ചോദിച്ചു രവിയേട്ടൻ. കുലുങ്ങാനേ, ഇത് ബസ്സൊന്നും അല്ല, കാറാ, പോയി പിന്നെ കയറിയിരിക്കടാന്ന് പറഞ്ഞു. എടാ ചെല്ലടാന്ന് പറഞ്ഞ് നിർബന്ധിച്ച് രവിയേട്ടനെ കൊണ്ടുവന്ന് അച്ഛമ്മ പുറകിലിരുത്തി. പിന്നെ ചന്ദ്രമതിയും കയറ്റിയിരുത്തി. അപ്പോൾ അങ്ങനെ അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അച്ഛമ്മ ഭയങ്കര ബുദ്ധിമതിയാണെന്ന് പറഞ്ഞ് വർഷയും ശ്രീകാന്തും കൂടെ വന്ന് അച്ഛമ്മയെ കെട്ടിപ്പിടിച്ചു. ഇതൊന്നും അല്ല, ഇനി കാണാം, കിടക്കുന്നതേ ഉള്ളൂ അച്ഛമ്മയുടെ ബുദ്ധി എന്ന് പറഞ്ഞ് അച്ഛമ്മ ഇങ്ങനെ ഇവരോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് കയറിപ്പോയി. ഇത് കഴിഞ്ഞപ്പം അവർ 4 പേരും കൂടെ വണ്ടിയിൽ പോവുക കേട്ടോ. ചന്ദ്രയാണെങ്കിലും രവേട്ടനാണെങ്കിലും മൈൻഡ് പോലും ചെയ്യുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം സച്ചിയും രേവതി ഇതൊക്കെ നോക്കുന്നുണ്ട്. അവർ രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അകന്നിരിക്കുന്നവരെ അടുത്തിരുത്തുന്ന ഒരു സൂത്രമുണ്ട്. രേവതി കാണണമെന്ന് ചോദിച്ചു സച്ചി. അതെന്ത് സൂത്രമാണെന്ന് ചോദിച്ചു കേട്ടോ. അതൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് നമ്മുടെ സച്ചി കൊണ്ടുവന്ന് വണ്ടി ഒരു കട്ടറിൽ എന്തോ ചാടിച്ചു. അന്നേരത്തേക്ക് നീ എന്തൊരു പോക്കാടായി പോകുന്നത്, പതുക്കെ പോടാന്ന് അച്ഛൻ സച്ചിയോട് പറഞ്ഞു കേട്ടോ. ശരി അച്ഛാന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി പിന്നെയും വണ്ടി ഓടിക്കുക. സച്ചി ആരാ പൊന്നുമോ, ഇവരെ രണ്ടുപേരെയും കൂടെ അടുത്തിരുത്തിക്കാൻ വേണ്ടിയിട്ട് സച്ചി ഇങ്ങനെ വണ്ടി ഒലച്ച് ഓടിക്കുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് ഒലയ്ക്കുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും കൂടി വന്ന് ഇങ്ങനെ തോളിങ്ങനെ വന്ന് ഇടിക്കുക. അപ്പം നീ എന്നതാ സച്ചി ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാനൊന്നും ചെയ്യുന്നതല്ല അച്ഛാ, റോഡ് ഭയങ്കര മോശം അച്ഛാ എന്ന് സച്ചി പറയുക കേട്ടോ. അപ്പോൾ ചന്ദ്രയ്ക്ക് ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യം വരുവാണ്. ആ സമയത്ത് രവിയേട്ടനും ചന്ദ്രയും കൂടെ അടുത്തടുത്ത് ഇരിക്കുന്നുണ്ടെന്ന് സച്ചിക്ക് മനസ്സിലായി. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കൈയൊക്കെ മുറുക്ക പിടിച്ച് ഇങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും വീഴാൻ പോയപ്പോഴത്തേക്കും രണ്ടുപേരും കൂടെ കൈ കോർത്തങ്ങ് പിടിച്ചു. അപ്പോഴത്തേക്ക് രേവതി അയ്യോ ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സച്ചിയെ നോക്കുന്നു. എന്നാലും ഒന്നൊന്നര തിരിക്കലായി പോയല്ലോ എന്ന് ഓർത്ത് നോക്കുമ്പോൾ രണ്ടുപേരും കൈ ഇങ്ങനെ കോർത്ത് പിടിച്ച് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. എന്തൊരോടിപ്പാടാ അത് എന്ന് അച്ഛൻ അന്നേരം സച്ചിയോട് ചോദിച്ചു. രേവതി അന്നേരം ഇരുന്ന് ചിരിക്കുക കേട്ടോ. അങ്ങനെ ഇവരെ രണ്ടുപേരെയും ഒരുമിച്ചിരുത്താൻ വേണ്ടി സച്ചിയുടെ പ്രയത്നങ്ങളൊക്കെ വിജയം കണ്ടു. അങ്ങനെ രണ്ടുപേരും കൂട്ടി ഇടിച്ചും കൈ കോർത്തും ഒക്കെ ഇങ്ങനെ ഇരിക്കുക. അപ്പോഴും സച്ചിയുടെ ഒലക്കൽ കാരണം രവിയേട്ടൻ പറഞ്ഞു എൻ്റെ കയ്യിൽ പിടിച്ചിരുന്നോളാൻ. അങ്ങനെ രണ്ടുപേരും കൂടെ കയ്യിൽ ഇരിക്കുവാണ്. അങ്ങനെ അത്രയും സമാധാനം. അങ്ങനെ എന്തായാലും അവർ രണ്ടുപേരും കൈ കോർത്ത് പിടിച്ചിരുന്ന് കഴിഞ്ഞപ്പോൾ സച്ചി മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാനും തുടങ്ങി. അങ്ങനത്തെ അവർ രണ്ടുപേരും കൈയും കോർത്ത് പിടിച്ചിരിക്കുന്നു. സച്ചി നല്ല മാന്യമായി വണ്ടി ഓടിച്ചുകൊണ്ട് പോണു. അങ്ങനെ ആ യാത്ര ഇങ്ങനെ വളരെ മനോഹരമായിട്ട് അവരുടെ സന്തോഷത്തോടെ അങ്ങനെ അങ്ങ് വരുക. ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷയും അച്ഛമ്മയും കൂടെ അവിടുന്ന് ഫോട്ടോസ് കാണുക കേട്ടോ. അപ്പോൾ ഈ പഴയ ഫോട്ടോസൊക്കെ ആരാ ഫോണിൽ കയറ്റി തന്നേന്ന് ചോദിച്ചു. അതെ, വനജയുടെ മോള് ചെയ്ത് തന്നതാ, നമ്മുടെ അയൽവക്കത്തെ കുട്ടിയാണെന്ന് അച്ഛമ്മ വർഷയോട് പറയണു. അല്ല ഇത് അച്ഛമ്മയാണോ എന്നൊക്കെ ചോദിച്ചു ഒരു ഫോട്ടോ ഒക്കെ കണ്ടെടുത്ത് ചോദിക്കുക. അപ്പോഴേക്കും ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വന്നു. ഇവർ ഫോട്ടോസ് കാണുന്നത് കണ്ടോണ്ടേ അങ്ങനെ അച്ഛമ്മയുടെ കാര്യങ്ങളൊക്കെ വർഷം ഇങ്ങനെ അച്ഛമ്മയോട് ചോദിക്കുക. അപ്പോൾ അച്ഛമ്മയുടെ പഴയ പ്രായത്തിൽ അച്ഛമ്മയുടെ പുറകെ ഒരുപാട് പൂവാലന്മാരുണ്ടായിരുന്നായിരിക്കണമല്ലോ, കുറേ പ്രേമലേഖനങ്ങളൊക്കെ കിട്ടി കാണുമല്ലോ. പ്രേമലേഖനം അതൊന്നും ആരും തന്നിട്ടില്ല എന്ന് അച്ഛമ്മ ഇങ്ങനെ നമ്മുടെ വർഷയോട് പറയുമ്പോൾ വർഷയ്ക്ക് ഭയങ്കര ചിരി. അത് കള്ളം, ഈ സൗന്ദര്യം കണ്ടിട്ടായിരിക്കും അച്ചാച്ചൻ പുറകെ നടന്ന് കല്യാണം കഴിച്ചതെന്നൊക്കെ വർഷയെ പറയും. അപ്പോൾ ഇവരുടെ ഈ സംസാരമൊക്കെ ശ്രീകാന്ത് നിന്ന് കേൾക്കും കേട്ടോ. അച്ഛമ്മ ഈ കുട്ടികളൊക്കെ ഏതാണെന്ന് ചോദിച്ചു. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും കണ്ടപ്പോൾ അതൊക്കെ ഇവിടുത്തെ 3 സുന്ദരന്മാരാ, ഇതാണ് ശ്രീകാന്ത് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു. അപ്പം മൂക്കൊലിപ്പിച്ച് നടക്കുന്ന പ്രായത്തിൽ നിന്റെ കോലം കണ്ടില്ലേടാ, നോക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൻ്റെ നോട്ടം കണ്ടില്ലേ എന്നും പറഞ്ഞു വർഷ. അപ്പോൾ എടാ നിന്റെ പഴയ ഫോട്ടോ നോക്കുക ശ്രീകാന്തേ, ചെറിയ പ്രായത്തിൽ നീ വളരെ ക്യൂട്ടാണല്ലോടാ എന്ന് വർഷ നേരം പറഞ്ഞു. പറഞ്ഞ് ശ്രീകാന്ത് ഇരിക്കുവാണേ. ഈ ഫോട്ടോയെ ഞാനിപ്പോൾ DP ആക്കുമെന്ന് പറഞ്ഞു. വേണ്ടാന്ന് പറയുമ്പോൾ വേണം അച്ഛമ്മയല്ലാതെ ഈ ഫോട്ടോയ്ക്ക് ഇവളെ കാണിച്ചു കൊടുക്കോ, സാരമില്ല ഞാൻ ഇപ്പം തന്നെ ഇത് DP ആക്കാൻ പോകുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ DP ആക്കാൻ അകത്തേക്ക് പോയി. അപ്പോഴേക്കും അമ്പലത്തിൽ പോയവരെല്ലാവരും വീട്ടിലേക്ക് വന്നു. അങ്ങനെ അച്ഛനും അമ്മയും അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചേട്ടാ എന്നും പറഞ്ഞ് രേവതി ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ കയറി വരാൻ പറഞ്ഞു. രേവതിയെ വിളിച്ചുകൊണ്ട് സച്ചി അകത്തേക്ക് കയറി ചെല്ലുക കേട്ടോ. അന്നേരം ഈ ഫോട്ടോ മേടിച്ച് അല്ലെങ്കിൽ അച്ഛമ്മയുടെ ഫോൺ മേടിക്കാൻ വേണ്ടി ശ്രീകാന്തും വർഷയും കൂടെ അതിനകത്തോട് ഓടിക്കളിക്കുക. അങ്ങനെ രണ്ടുപേരും കൂടെ പിടിയും വലിയ ഓട്ടോ ഒക്കെ ആയിരുന്നു. അപ്പോൾ എന്താ ഇവിടെയെന്നും ചോദിച്ചുകൊണ്ട് അച്ഛൻ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഇത് കണ്ടോ അങ്ങളേന്ന് വർഷ ചോദിക്കുക. എന്നതാ നിങ്ങൾ ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുകയാണ് ചന്ദ്ര. അപ്പോൾ അതിന് ടെൻഷനൊന്നും ആവണ്ട, ഞാനത് DP ആക്കുന്നില്ല പോരേന്ന് ചോദിച്ചു വർഷ. അവൻ്റെ ഒരു പേടി എന്നും പറഞ്ഞ് നിൽക്കുവാണേ വർഷ. പിന്നെ പണ്ട് മൂക്കൊലിപ്പിച്ച് നിൽക്കുന്ന ഫോട്ടോ ഒക്കെ എടുത്ത് DP ഇട്ടത് നാണക്കേടല്ലേ എന്ന് ചോദിച്ചിങ്ങനെ ശ്രീകാന്ത് പറഞ്ഞു.
ഈ പിള്ളേരുടെ ഒരു കാര്യം എന്നും പറഞ്ഞ് അച്ഛമ്മ ഇരിക്കുക. മോനെ വണ്ടി പൂജിച്ചോടാന്ന് ചോദിച്ചു. പൂജിച്ചാ കാറിൽ ആദ്യ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ സൂപ്പറായിരുന്നു അച്ഛമ്മേ, നല്ല പ്രണയം നിറഞ്ഞ യാത്രയായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ എടാടാ ഒന്ന് മിണ്ടായിരിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അച്ഛാ ഞാനൊരു അച്ഛനറിയാലോ ഞാനതാ പറഞ്ഞ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പോഴത്തേക്കും രവിയേട്ടൻ ചന്ദ്രയെ നോക്കി ഒരു ചിരി. എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പം ചന്ദ്ര എനിക്ക് കുടിക്കാൻ ഒരിത്തിരി വെള്ളം എടുത്തുകൊണ്ട് വരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ രവിയേട്ടാ എന്തോ കുടിക്കാൻ ചൂടുവെള്ളം വേണോ പച്ചവെള്ളം വേണോ? അപ്പോൾ ചൂടുവെള്ളം മതി മോളെ, അപ്പോൾ ഇപ്പം എടുക്കാവേ എന്ന് പറഞ്ഞ് ചന്ദ്ര അകത്തേക്ക് കയറിപ്പോയി. അന്നേരത്തേക്ക് നമ്മുടെ സച്ചി രേവതിയേ കണ്ട അപ്പോൾ ഞാൻ എൻ്റെ ബുദ്ധി എങ്ങനെയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സച്ചി രേവതിയോട് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പം അച്ഛമ്മയുടെ ബുദ്ധി അടിപൊളിയാണെന്ന് പറഞ്ഞ് വർഷം ഓടി വരിക. അപ്പോൾ എന്ത് പ്ലാൻ? ഈ പ്ലാൻ. അപ്പോൾ രവിയേട്ടൻ ഇങ്ങനെ കേൾക്കുമത്. അപ്പം അച്ഛൻ സംസാരിച്ച് തുടങ്ങിയല്ലേ എന്ന് ചോദിച്ചു. ഇത്രയും കാലം പിന്നെ ഞാൻ വായി മൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ചോദിച്ചു മക്കളോടും ഒക്കെ ആയിട്ട് അച്ഛൻ. അപ്പോൾ പറഞ്ഞ അച്ഛമ്മ ഇങ്ങനെ ഇരിക്കുക. അച്ഛാ ഇതാ വെള്ളം എടുക്കാൻ പോയവരുടെ സംസാരത്തെ പറ്റിയാ പറയുന്നേ എന്ന് സച്ചി. അപ്പം അച്ഛനൊരു നാണം. അച്ഛമ്മ പിണങ്ങിയ പ്രണയ ജോഡികളെ ചേർത്ത് നിർത്തി. കൺഗ്രാജുലേഷൻസ് അച്ഛമ്മേ. അന്നേരം അല്ല അമ്മ ഇവർ എന്തൊക്കെയാ ഈ പറയുന്നേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കിടന്ന് ഉരുണ്ട് കളിക്കുക നമ്മുടെ രവിയേട്ടനെ. അങ്ങനെ എല്ലാവരും തമാശയൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ രവിയേട്ടാ ദാന്നും പറഞ്ഞ് വെള്ളമായിട്ട് വന്നു നമ്മുടെ ചന്ദ്ര. രവിയേട്ടൻ അത് മേടിച്ച് കുടിച്ചു. എന്നിട്ട് ചന്ദ്ര ഒരു നോട്ടം. അയ്യോ ചന്ദ്ര ഇങ്ങനെ ചിരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക. ചൂട് കൂടുതലുണ്ടോ രവിയേട്ടാ? ഇല്ല പാകത്തിനാണെന്ന് രവിയേട്ടൻ. അങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. എന്തായാലും അച്ഛമ്മയുടെ ഈ പ്ലാനിന് നമുക്കൊരു പാർട്ടി നടത്തണമെന്ന് പറഞ്ഞ് വർഷം ഇങ്ങനെ അവിടെ ഇരിക്കുക. അത് കഴിഞ്ഞപ്പോഴത്തേക്കും രേവതിയും സച്ചി ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക. പെട്ടെന്ന് അച്ഛൻ്റെ കഴുത്തേൽ അമ്മയുടെ പൊട്ടിരിക്കുന്നത് നമ്മുടെ രേവതി കണ്ടു. അപ്പോൾ രേവതി അത് സച്ചിയെ കാണിച്ചു കൊടുത്തു. സച്ചി നോക്കുമ്പോൾ അച്ഛൻ്റെ കഴുത്തിൽ പൊട്ടിരിക്കുന്നുണ്ട്. സച്ചി അച്ഛൻ്റെ കഴുത്തിൽ എന്താ അച്ഛാ ഒരു മറുക് എന്ന് ചോദിച്ചു. മറുകോ എൻ്റെ കഴുത്തിലോ? അല്ല പെട്ടെന്ന് എങ്ങനെയാണ് മറുക് വന്നതെന്നൊക്കെ സച്ചി ചോദിക്കും കേട്ടോ. അപ്പോൾ എവിടെ മറുക? അപ്പോൾ സച്ചിയേട്ടാ അത് മറുകൊന്നും അല്ല, പൊട്ട എന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പം അച്ഛനെടുത്ത് നോക്കിയപ്പോൾ ചന്ദ്രയുടെ പൊട്ട അച്ഛൻ്റെ കഴുത്തേൽ. അപ്പോൾ പൊട്ടോ എന്നും പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ ശ്രീകാന്ത്. അപ്പോൾ ശരിയാണല്ലോ, ഇതെങ്ങനെ അവൻ്റെ കഴുത്തിൽ വന്നു എന്ന് അച്ഛമ്മ ചോദിക്കുക കേട്ടോ. അപ്പോൾ രേവതിയും സച്ചി ഇങ്ങനെ നോക്കി നിന്ന് ചിരിക്കാം. അപ്പോൾ ആൻറ്റിയുടെ നെറ്റിയിലെ പൊട്ട് എവിടെയാണെന്ന് വർഷ ചോദിച്ചു. തപ്പി നോക്കുമ്പോൾ പൊട്ടില്ല, ചന്ദനക്കുറി മാത്രമേ ഉള്ളൂ. ഓ അപ്പോൾ ഇത് അമ്മയുടെ നെറ്റിയിലെ പൊട്ടായിരുന്നോ എന്ന് ചോദിച്ചു ശ്രീകാന്ത്. ഓ മനസ്സിലായി അപ്പോൾ ഇത് റൊമാൻറ്റിക് ഡ്രാമയായിരുന്നല്ലേ എന്നൊക്കെ ചോദിച്ചു. അയ്യോ പൊട്ട് ഇത് എങ്ങനെയാ വന്നെന്ന് എനിക്ക് അറിയില്ല എന്ന് രവിയേട്ടൻ പറയുകയാണ് ഇവരോടായിട്ട്. അന്നേരം പറഞ്ഞോണ്ട് നിൽക്കുക ചന്ദ്ര. ഈ കാറിങ്ങനെ വളഞ്ഞും പൊളഞ്ഞൊക്കെ പോയപ്പോൾ അവളെൻ്റെ ഏകത്ത് ചാരിയായിരുന്നു ചിലപ്പോൾ അല്ലേ, അങ്ങനെ പറ്റിയതായിരിക്കും അല്ലേ എന്നൊക്കെ ചന്ദ്രയോട് രവിയേട്ടൻ ചോദിച്ചു. അപ്പോൾ മനസ്സിലായി എല്ലാം മനസ്സിലായി, കൂടുതലൊന്നും പറയണ്ട, എല്ലാം മനസ്സിലായി. അപ്പോൾ എല്ലാത്തിനും കാരണം ഇവന് മര്യാദയ്ക്ക് കാർ ഓടിക്കാൻ അറിയില്ല അല്ലേ ചന്ദ്രേ എന്ന് രവിയേട്ടൻ ചോദിക്കും. അയ്യോ ഞാൻ എന്നെ ചെയ്യാനാ, റോഡ് വളഞ്ഞു പോയതുകൊണ്ടല്ലേ വണ്ടി ഓടിക്കാൻ പറ്റണ്ടേ? പിന്നെ അല്ല രേവതി അതെ എന്നും പറഞ്ഞ് രേവതി നിൽക്കുക. അപ്പോൾ അച്ഛൻ റോഡിനോട് നന്ദി പറ. റോഡിങ്ങനെ വളഞ്ഞു പോയത് കൊണ്ടാണല്ലോ അമ്മ പേടിച്ച് അച്ഛൻ്റെ കൈയൊക്കെ പിടിച്ച് ചേർന്നിരുന്നേ. അച്ഛനും ചേർത്ത് പിടിച്ചേ എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒന്ന് പോടാ അവിടെ നിന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ പറയും. അങ്ങനെ ഇവർ ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ ഈ കാര്യമൊക്കെ പറഞ്ഞിരിക്കും കേട്ടോ. ദേവതയെ അച്ഛൻ്റെ ചിരിയൊന്നും നീ നോക്കിക്കേ എന്നും പറഞ്ഞ് കാണിച്ചും കൊടുത്തു. അപ്പോൾ എനിക്ക് സന്തോഷമായെന്നും ചന്ദ്രേ നീ ഇങ്ങ് വന്നേന്നും പറഞ്ഞ അച്ഛമ്മ ചന്ദ്രയെ അടുത്തേക്ക് വിളിക്കുക. എന്താ അമ്മേ എന്നും ചോദിച്ചു വന്നു കേട്ടോ ചന്ദ്ര. രവി നീ ആ പൊട്ടകളുടെ നെറ്റിയിൽ വെച്ച് കൊടുക്കാൻ പറഞ്ഞു. അയ്യോ വേണ്ടമ്മേ ഞാൻ വെച്ചോളാമെന്ന് ചന്ദ്ര പറയുമ്പം അത് വേണ്ട രവി നീ തന്നെ വെച്ച് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അച്ഛമ്മ പറഞ്ഞ അനുസരിച്ച് രവിയേട്ടൻ ചന്ദ്രയുടെ നെറ്റിയിൽ പൊട്ട് കുത്തി കൊടുക്കാൻ ചെല്ലുക. എന്നിട്ട് ഇങ്ങനെ ഒരു കള്ള നോട്ടമൊക്കെ ആയിട്ട് നിന്ന് പൊട്ട് കുത്തി കൊടുത്തു. അപ്പോൾ രവിയേട്ടൻ പൊട്ട് കുത്തി കൊടുത്തപ്പോഴത്തേക്ക് ഈ ചന്ദ്രയ്ക്ക് ഭയങ്കര നാണം. അപ്പോഴേക്കും അവരെല്ലാവരും കൈകൊട്ടി ആഘോഷിച്ച് സന്തോഷിച്ച് ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇവരുടെ പിണക്കം പൂർണ്ണമായി മാറിയെന്നുള്ളത് അവർക്ക് എല്ലാവർക്കും മനസ്സിലായി. അങ്ങനെ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി കൈയടിച്ച് ഈ ഒരു സ്നേഹത്തെ പ്രോത്സാഹിപ്പിച്ച് അവിടെ അങ്ങനെ നിൽക്കുന്നു. ഇത്രയും മതിയായിരുന്നടാ എനിക്ക്, എൻ്റെ മനസ്സ് നിറഞ്ഞടാ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്ക് കൂടുന്നത് സാധാരണയാണ്. അതിൻ്റെ പേരിൽ കൂടുതൽ കാലം സംസാരിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ പിണങ്ങിയിരിക്കുകയോ ഒന്നും ചെയ്യരുത്. അതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് അച്ഛമ്മ ഇങ്ങനെ ഇവരോട് പറയുവാണ്. നിൻ്റെ അച്ഛൻ എന്തെങ്കിലും എന്നോടും മിണ്ടാതിരിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ എന്ന് അച്ഛമ്മ ചോദിച്ചു. അപ്പോൾ ഇല്ലമ്മേ, ഞങ്ങളെ കണ്ടല്ലേടാ നീ വളർന്നത്, എന്നിട്ടെന്താടാ നീ ഇങ്ങനെയായി പോയതെന്ന് രവിയേട്ടനോട് അമ്മ ചോദിക്കുക. നാളെ നിങ്ങളുടെ മക്കളും മരുമക്കളും പിണങ്ങി മിണ്ടാതിരുന്ന നിങ്ങൾക്ക് എങ്ങനെ അവരുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുവടാന്ന് ചോദിച്ചു. അതിന് നിങ്ങൾക്ക് സാധിക്കുമോ എന്നും ചോദിക്കുക. അന്നേരം അത് പിന്നെ അച്ഛമ്മേ
അത് പിന്നെ ഞാനും രേവതിയും പിണങ്ങി മിണ്ടാതിരിക്കാറൊന്നുമില്ല. ഞാൻ സംസാരിക്കാതിരുന്നാലും രേവതി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അത് തുടങ്ങിയാലോ ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞാലേ അവൾ അത് നിർത്തത്തുള്ളൂ എന്ന് സച്ചി ഇങ്ങനെ പറഞ്ഞു. ഞാൻ സംസാരിക്കുന്ന സച്ചാൻ ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചു രേവതി. പിന്നെ ഇഷ്ടമല്ലാതെ, നീ വേണമെങ്കിൽ 1-2 ദിവസം നിർത്താതെ സംസാരിച്ചോ, ഞാൻ കേട്ടിരുന്നോളാമെന്ന് സച്ചി. അങ്ങനെ ശ്രീകാന്തും വർഷയും കൂടെ പിണങ്ങുന്നതിനെ പറ്റി പറഞ്ഞു. ഞാൻ മിണ്ടത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് വർഷ ഇങ്ങനെ ഇരിക്കാം. 1-2 ദിവസം അല്ലെങ്കിൽ 1-2 മണിക്കൂർ അത് കഴിയുമ്പോൾ നീ തന്നെ മിണ്ടിക്കൊണ്ട് ചെല്ലുമായിരിക്കും അല്ലേ എന്ന് ചോദിച്ചു കേട്ടോ. ഞാനൊന്നും മിണ്ടൂല, ശ്രീകാന്ത് വന്ന് എന്നോട് മിണ്ടും. ആ ഒരു കണ്ടീഷൻ വെച്ചാൽ ഞാൻ ശ്രീകാന്തിന് കെട്ടിയത് തന്നെയെന്നും വർഷ ഇങ്ങനെ പറയാം. അപ്പം മോള് കൊള്ളാമല്ലോ എന്ന് രവിയേട്ടൻ. മക്കള് പറഞ്ഞൊക്കെ നിങ്ങൾ കേട്ടല്ലോ, അവരെ കണ്ടു പഠിക്കും നിങ്ങൾ. മുമ്പ് എന്തോ ഒരു വിഷയത്തിൽ ഇവർ രണ്ടുപേരും ഇതുപോലെ വഴക്കടിച്ച് മിണ്ടാതിരുന്നു. അപ്പം അച്ഛമ്മ അന്നും സുധനെയായിരിക്കും വിഷയമല്ലേ എന്ന് ചോദിക്കുമ്പം അന്നും ഞാൻ വന്ന് സംസാരിച്ച് രണ്ടുപേരുടെയും പിണക്കം മാറ്റുമായിരുന്നു എന്ന് അച്ഛമ്മ ഇവരോട് പറഞ്ഞു. അത് കഴിഞ്ഞ് 10ാം മാസമാണ് ശ്രീകാന്ത് ജനിച്ചതെന്ന് പറയുമ്പോഴത്തേക്കും അശേന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രവിയേട്ടനും ചന്ദ്രമതി നാണം കുണുങ്ങി ഇങ്ങനെ അവിടെ ഇരിക്കുക. അന്നേരം അയ്യോ എന്നും പറഞ്ഞ് എല്ലാവരും നിൽക്കുമ്പോൾ ഞാൻ ജനിച്ചതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടോ എന്ന് ചോദിച്ചു ശ്രീകാന്ത്. അമ്മ ചുമ്മാ ഇരുന്നേ അമ്മ എന്നും പറഞ്ഞ് രവിയേട്ടൻ. അച്ഛമ്മ വീണ്ടും വന്നു ഇവരുടെ പിണക്കം മാറ്റി. എനിക്കൊരു അനിയത്തി വേണമെന്ന് ഞാൻ മുമ്പ് പലതവണ അച്ഛനോടും അമ്മയോടും പറഞ്ഞായിരുന്നേ. 10 മാസം കഴിഞ്ഞാ എന്ന് സച്ചി പറയുമ്പോൾ ഇടാ ഓരോ കാര്യം പറഞ്ഞ് മനുഷ്യനെ ചുമ നാണം കെടുത്താനായിട്ടെന്ന് പറഞ്ഞുകൊണ്ട് രവിയേട്ടൻ അവിടെ ഇരിക്കുക. ചന്ദ്രയാണെങ്കിൽ ഒന്നും പറഞ്ഞ് നാണം കുടുങ്ങി ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ഇനി ഈ വീട്ടിൽ ആരും വഴക്ക് കൂടി പിണങ്ങിയിരിക്കാൻ പാടില്ല കേട്ടോ. സന്തോഷം കെടുത്തി കളയുകയും ചെയ്യരുത്. പറഞ്ഞത് മനസ്സിലായോ എന്ന് അമ്മ മോനോട് ചോദിക്കുക. അതുപോലെ തന്നെ ചന്ദ്രയോടും എന്നും പറഞ്ഞ തലയാട്ടിയൊക്കെ നിൽപ്പുണ്ട് ചന്ദ്ര. രവി എടാ എന്താ അമ്മേ, ഇനിയിപ്പോൾ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ, നീങ്ങ് വന്നേ എന്നും പറഞ്ഞിട്ട് രവിയെ വിളിച്ചു, ചന്ദ്രയെ വിളിച്ചു. രണ്ടുപേരെയും കൂടെ വിളിച്ച് രണ്ടുപേരുടെ കൈയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കോർത്ത് കെട്ടി കൊടുത്തു. ഈ കൈകൾ ഇനി അഴിയരുത് കേട്ടോ എന്ന് അച്ഛനോടും അമ്മയോടും പറയുക. അമ്മ ഈ ലോകം വിട്ടു പോയാലും എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് കാണും ഞാൻ. അന്ന് എൻ്റെ കണ്ണ് നിറയാനിടയാവരുതെന്ന് രവിയേട്ടനോടും ചന്ദ്രമതിയോടും അച്ഛമ്മ പറയുമ്പം അമ്മേ എന്നും പറഞ്ഞ് രവിയേട്ടൻ ഒരു വിളി. അങ്ങനെ രവിയേട്ടനെയും ചന്ദ്രയെയും ഒന്നിപ്പിച്ചു. ഇപ്പം കണ്ട ഈ കാഴ്ചകളുണ്ടല്ലോ, ഇതെനിക്ക് തന്ന സന്തോഷത്തിന് അതിരുകളില്ലടാ എന്ന് അമ്മ ഇങ്ങനെ പറയുക. അപ്പം ചന്ദ്രമതിയും രവിയേട്ടനും പരസ്പരം കണ്ണുകൾ നോക്കി ഇങ്ങനെ നിൽക്കുവാണ്. ഒരു 10 വയസ്സ് ആയുസ് കൂടുതൽ കിട്ടി എനിക്കെന്നും ചന്ദ്രമതി പറയുക കേട്ടോ. അതൊക്കെ കേട്ടപ്പോൾ ഇവർക്ക് ഭയങ്കര സ്നേഹത്തോടെ ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മൾ ശ്രീകാന്ത് മുറിയിൽ ചെന്ന് ഫോണിൽ വിളിക്കുക. അപ്പോൾ നീ അതൊക്കെ എന്നെ കണ്ട് പഠിക്കുക എന്നൊക്കെ പറഞ്ഞ് ആരെയോ വിളിക്കുക. അപ്പോൾ നമ്മുടെ വർഷ അടുത്തിരിപ്പുണ്ട്. ഹായ് ഡാർലിംഗ് എന്നും പറഞ്ഞ് വിളിച്ചു. അപ്പോൾ നീ ഇപ്പോൾ ഒരിത്തിരി ബിസി ആട്ടോ എന്ന് വർഷയെ നേരം ശ്രീകാന്തിനോട് പറഞ്ഞു. എടാ അത് ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞതാടാ, അവൾ ഭയങ്കര റൊമാൻറ്റിക്കാ, അല്ല എൻ്റെ കെയറിങ്ങാ, അവൾ ഓക്കെയാടാ, ശരിടാ ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് ഫോൺ അങ്ങ് കട്ട് ചെയ്തിട്ട് വർഷയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഒരു കെട്ടിപ്പിടുത്തം അങ്ങ് പിടിച്ചപ്പോഴത്തേക്ക് ഒരു ഒറ്റ തൊഴിയായിരുന്നു. ഇതെന്താ വർഷം നീ കാണിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ ബിസിയാന്ന് പറഞ്ഞില്ല, പിന്നെ നീ എന്തായി കാണിക്കുന്നത്, ഇതൊക്കെ സർവ്വസാധാരണമായിട്ടുള്ള കാര്യമല്ലേ എന്ന് ചോദിക്കുമോ വർഷയോട് ശ്രീകാന്ത്. ഞാൻ നിൻ്റെ ഹസ്ബൻഡ് അല്ലേ എന്ന് ചോദിച്ചു. നീ എൻ്റെ അടുത്ത് വരരുത് കേട്ടോ, എന്നെ തൊടുകയും ചെയ്യരുത്, എവിടേക്കെങ്കിലും ഓടിപ്പൊക്കോ എന്ന് വർഷ പറയുമ്പോൾ എന്താ വർഷം നീ ഇങ്ങനെയൊക്കെ പറയുന്നേ, എന്തൊരു വേദനയാണെന്ന് അറിയാവോ, ഇതൊക്കെ ഒരു വേദനയാണോ എന്ന് വർഷ ശ്രീകാന്തിനോട് ചോദിക്കുക. എന്നിട്ട് ശ്രീകാന്ത് ഒരു കുഞ്ഞു പിറക്കുമ്പോഴുള്ള വേദന എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വർഷ പറയുക. ഇതൊക്കെ എന്തോന്ന് വേദന എൻ്റെ മോനെ. അല്ല നിന്റെ തലയുടെ ഏത് ഭാഗത്താ അടി കിട്ടിയതെന്ന് ചോദിച്ചപ്പം നിനക്കടപെട്ട് നീ പോടാന്ന് പറഞ്ഞു വർഷയെ. നീ പറഞ്ഞതിൻ്റെ ഹിസ്റ്ററിയൊക്കെ അച്ഛമ്മ പറഞ്ഞു. ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ ഓരോ പെണ്ണും എത്രത്തോളം പെയിൻ അനുഭവിക്കുന്നുണ്ടെന്ന് ശ്രീകാന്തിന് അറിയാമോയെന്ന് ചോദിച്ചു. അതൊക്കെ എനിക്ക് അറിയാം, ഞാൻ ഈ സിനിമയിലും സീരിയലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ വേദന ശ്രീകാന്തിന് അനുഭവിക്കാൻ പറ്റുമോ? അല്ല അതെന്തിനും ഞാൻ അനുഭവിക്കണം, ഞാനൊരാളല്ലേ. ആ ഒരു ധൈര്യത്തിലാണല്ലോ എത്ര കുട്ടികളായാലും കുഴപ്പമില്ലാന്ന് നിങ്ങൾ ഈ ആണുങ്ങളൊക്കെ പറയുന്നതെന്ന് ഇങ്ങനെ അവിടെ ഇരുന്ന് വർഷ പറയുക. ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു ശ്രീകാന്തേ. എന്ത് തീരുമാനം? അത് പിന്നെ ഞാൻ പ്രസവിക്കില്ലാന്ന്. നീ എന്തേ പറയുന്നേ? നിനക്ക് എന്നാ പറ്റിയേ? അല്ല അന്ന് നീ പറഞ്ഞായിരുന്നല്ലോ 2 വർഷത്തേക്ക് കുട്ടി വേണ്ട, 2 വർഷം കഴിഞ്ഞ് കുട്ടി മതിയെന്നൊക്കെയെന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പം ഞാൻ ഈ ജന്മം പ്രസവിക്കില്ല എന്നാ പറഞ്ഞതെന്ന് പറയുമ്പോൾ വർഷേ എനിക്ക് ഈ പ്രസവ വേദന താങ്ങാനൊന്നും പറ്റത്തില്ല എൻ്റെ ശ്രീകാന്തേ എന്ന് വർഷ പറയുമ്പോൾ അതൊക്കെ ഇപ്പോൾ തോന്നുന്നതാന്നേ, കുറച്ച് കഴിയുമ്പോൾ പേടിയൊക്കെ അങ്ങ് മാറിക്കോളൂ എന്ന് പറഞ്ഞു.
ഞാൻ തീരുമാനം എടുത്ത് കഴിഞ്ഞു, എന്നെ കൊണ്ടൊന്നും ഇതിന് പറ്റത്തില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ വർഷ പറയുമ്പോൾ ഇതൊക്കെ കേട്ട് ശ്രീകാന്ത് കണ്ണും തള്ളിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ സൂപ്പർ ഹിറ്റ് കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സ്വീകരിച്ച് ബൈ ബൈ, ടാറ്റാ.